ഹായ് മക്കളെ, വിശാൻ സാറാണ്. ഒരു ചെറിയ കാര്യം എൻ്റെ മക്കളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് സാറ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അത് എക്സാം ഹാളിൽ നിങ്ങൾ ബുദ്ധിമുട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സാറ് നേരത്തെ പറയുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒളിഞ്ഞിരിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ സാർ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് മക്കൾക്ക് പറഞ്ഞു തരാണ്. അതുകൊണ്ട് തന്നെ വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ അത്രയും ഇമ്പോർട്ടൻ്റോടുകൂടി കണ്ടിരിക്കണം. പ്ലസ് നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷനാണ്. എല്ലാവരും ശ്രദ്ധിക്കാം. നമുക്കറിയാം, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അവർ ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രയാസങ്ങളൊന്നുമില്ല, ഓപ്ഷൻസുകളൊക്കെ ഉണ്ട് നമ്മൾ പറഞ്ഞു. പക്ഷേ ആ ഓപ്ഷൻസിൽ ചില ചതികൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. എൻ്റെ എല്ലാ മക്കളും ശ്രദ്ധിക്കാം. 10A 10B, ഓക്കെ, ഇതൊരു ഓപ്ഷൻ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഫസ്റ്റ് ചാപ്റ്റർ എന്നാണ്, അല്ലെ? A ക്വസ്റ്റ്യൻ ഫസ്റ്റ് ചാപ്റ്റർ, B ക്വസ്റ്റ്യൻ നോക്കുക, അതും ഫസ്റ്റ് ചാപ്റ്ററാണ്. ഒരു ഓപ്ഷനിലെ 2 ക്വസ്റ്റ്യൻസ് വരുന്നത് എവിടെ നിന്നാണ്? സെയിം ചാപ്റ്ററിനാണ്. അങ്ങനെയല്ല കഴിഞ്ഞ വർഷങ്ങൾ വരൽ. ഓക്കെ, ഇനി അടുത്ത നോക്കാം. നമുക്ക് അത് എല്ലായിടത്തും ശരിയാവുണ്ടോ നോക്കാം. 11A ഇത് ഏത് ചാപ്റ്ററിനാണ്? സെക്കൻഡ് ചാപ്റ്ററിനാണ്. 11B ഏത് ചാപ്റ്ററിനാണ്? സെക്കൻഡ് ചാപ്റ്ററിനാണ്. ഓപ്ഷൻസ് വീണ്ടും വരുന്നത് ഒരേ ചാപ്റ്ററിനാണ്. ഓക്കെ, നോക്കണം. 16A 16B രണ്ടും വരുന്നത് ഇതേപോലെ തന്നെ സെക്കൻഡ് ചാപ്റ്ററിനാണ്. ഓക്കെ, സെക്കൻഡ് ചാപ്റ്ററിനാണ്. പ്രയാസപ്പെടുമോ? എൻ്റെ മക്കൾക്ക് പ്രയാസമാവോ? കാര്യങ്ങൾ എന്തുകൊണ്ട് എന്താണ് സാർ ഉദ്ദേശിക്കുന്നത് സാർ പറഞ്ഞുതരാം. 17A 17B രണ്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും, രണ്ടും വരുന്നത് നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിനാണ്. ഓക്കെ, 18A 18B രണ്ട് മക്കൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം വരുന്നത് ഏത് തന്നെയാണ്? നമ്മുടെ സെക്കൻഡ് ആൻഡ് തേർഡ് ചാപ്റ്റർ കോമ്പിനേഷൻ. സെക്കൻഡ് ചാപ്റ്റർ തന്നെ പറയാം. ഓക്കെ, സെക്കൻഡ് ചാപ്റ്റർ തന്നെ നമുക്ക് പറയാം. ഓക്കെ, സെക്കൻഡ് ചാപ്റ്ററും തേർഡ് ചാപ്റ്ററിനും ചെറിയൊരു കോമ്പിനേഷനാണ് വരുന്നത്. എന്തായാലും ഈ ക്വസ്റ്റ്യൻ ഒഴികെ ബാക്കിയൊക്കെ നിങ്ങൾ നോക്കണം. എല്ലാ ക്വസ്റ്റ്യൻസിലും ഒരേ ചാപ്റ്ററിനാണ് ഓപ്ഷൻ ക്വസ്റ്റ്യൻസ് വരുന്നത്. സാർ എന്താ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവില്ല, അല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്നുള്ളത് സാറ് പറഞ്ഞത്. ഇപ്പം കഴിഞ്ഞ വർഷം കുട്ടികളൊക്കെ ഒന്നാമത്തെ ചാപ്റ്റർ പഠിച്ചു, രണ്ടാമത്തെ ചാപ്റ്റർ പഠിച്ചിട്ടില്ലെങ്കിൽ രണ്ടാമത്തെ ചാപ്റ്റർ എന്ത് ചെയ്യും? ഓപ്ഷനിൽ ഒഴിവാക്കും. ഓപ്ഷനിലെ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ എഴുതൂല, കാരണം ഓപ്ഷനല്ലേ, നമുക്ക് ഒഴിവാക്കാം. പക്ഷേ ഈ വർഷം നോക്കണം, നിങ്ങൾ ഓപ്ഷൻ നോക്കണം. നിങ്ങൾ ഒന്നാമത്തെ ചാപ്റ്റർ പഠിച്ചിട്ടില്ലെങ്കിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താ പറയുക? നിങ്ങൾക്ക് 10Aയും എഴുതാൻ പറ്റില്ല, 10Bയും എഴുതാൻ പറ്റില്ല. നിങ്ങൾ ആ ക്വസ്റ്റ്യനെ ഒഴിവാക്കേണ്ടി വരും. പ്രയാസമാണ്. രണ്ടാമത്തെ ചാപ്റ്റർ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ പ്രയാസങ്ങൾ നോക്കണം കേട്ടോ. 11Aയും പറ്റില്ല, 11Bയും എഴുതാൻ പറ്റില്ല, 16Aയും എഴുതാൻ പറ്റില്ല, 16Bയും എഴുതാൻ പറ്റില്ല. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അതായത് ഒരു ചാപ്റ്ററിൻ്റെ ഒരു പോർഷൻ പഠിക്കാതിരുന്നാൽ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാതിരിക്കുന്ന പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് എല്ലാ ഭാഗവും കൃത്യമായിട്ട് ക്ലിയർ ആക്കി ഫോളോ ചെയ്ത് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ മക്കളെ ഓണം എക്സാമിന് നല്ല പ്രയാസത്തിലേക്ക് എത്തും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചാനൽ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഇതുപോലുള്ള അപ്ഡേറ്റുകളൊക്കെ കൃത്യമായിട്ട് എൻ്റെ മക്കൾക്ക് കിട്ടും. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ അവർ എക്സാം ഹാളിൽ ഇരുന്നാണ്ട് ഇങ്ങനെ കിളി പോയി ഇങ്ങനെ ഇരിക്കും, എന്തിപ്പോൾ ഉണ്ടായി എന്നൊക്കെ. അപ്പം അങ്ങനെ ഇല്ലാതിരിക്കാൻ നിങ്ങൾ എല്ലാ മക്കൾക്കും നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിലും ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് വീണ്ടും ഇതുപോലുള്ള വീഡിയോസുമായി വീണ്ടും കാണാൻ പോകും. ഗുഡ് ബൈ.